ورحمة الله وبركاته. الحمد لله الصمد الفرد الواحد الديان. الصلاة والسلام على سيدنا ومولانا حبيب ربنا وطبيب لبنا أبي القاسم محمد بن عبد الله صلى الله عليه وسلم، نور من نور الله. أيها المشتاقون بنور جمالك، اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. صلوات الله وسلامه وتحياته عليك يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أتأمرون الناس بالبر وتنسون أنفسكم إلى آخر الآية. صدق الله مولانا العلي العظيم. المؤمن الذي يخالط الناس ويصبر على أذاهم أفضل من المؤمن الذي لا يخالط الناس ولا يصبر على أذاهم. صدق رسول الله. ബഹുമാന്യരായ സർവാദരണീയരായ മന്നാനിയ സ്ഥാപനത്തിന്റെ ഇന്നത്തെ ചാലക ശക്തികളാകുന്ന ഗുരുനാഥന്മാരെ, ഇവിടുന്ന് മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ നെടും തൂണുകളായിരുന്ന മരണപ്പെട്ടു പോയ ഉസ്താദന്മാരുടെ സ്മരണയ്ക്ക് മുന്നിൽ ദക്ഷിണ കേരള ജമിയത്തുലുലമയുടെ പടത്തലവന്മാരാകുന്ന മഹാരഥന്മാരുടെ ഓർമ്മയുടെ മുന്നിൽ വിനയാന്വിതനായി പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു ഈ മജ്‌ലിസിനെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയത്തിൽ നിങ്ങളോട് ഞാൻ സംവദിക്കുന്നത് സ്വയം ഞങ്ങളെ വിമർശിക്കലാണ്. പരിശുദ്ധ ദീനിന്റെ ദായികളായി തിരഞ്ഞെടുത്ത ഞങ്ങളെ സ്വയം വിമർശിക്കുകയാണ്. ദായികൾ ഏറ്റവും അപകടമായ ഒരവസ്ഥയിൽ നിൽക്കുന്നവരാണ് എന്ന ബോധ്യം ദായികൾക്കുണ്ടാകണം. നമ്മൾ പ്രബോധകരാണ്. ഏത് വിഷയം പ്രബോധനം ചെയ്യുന്നു ആ പ്രബോധന വിഷയം നമ്മളിൽ ആദ്യമേ ഉണ്ടാകണം. രണ്ട് വിഭാഗം ആളുകൾ നന്നായാൽ ഈ സമൂഹം നന്നായി എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. രണ്ട് വിഭാഗം ആളുകൾ, ഒന്ന് ഉലമാ അഥവാ പ്രബോധനം നൽകുന്നവര്, രണ്ടാമത്തെ വിഭാഗം ഉമറാക്കളാണ്. ഉമറാക്കളെക്കാളും മുകളിൽ നിൽക്കുന്നവരാണ് ഉലമാക്കൾ. ഉലമാ നന്നായാൽ ഉമറാ നമ്മളെ കൂട്ടത്തിൽ നന്നായിക്കൊള്ളും. നമ്മൾ എവിടെ നിൽക്കുന്നു, സമൂഹം എവിടെ നിൽക്കുന്നു എന്നതിലേക്ക് ഒരു ചെറിയ സൂചന മാത്രം നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ. വലിയൊരു ദൗത്യമാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രബോധന രംഗത്ത് വലിയ മാറ്റമാണ്. സോഷ്യൽ മീഡിയ, മറ്റ് സംവിധാനങ്ങളിൽ കൂടി പ്രബോധനം അത് വ്യത്യസ്ത മേഖലകളിൽ റാഹത്തായി നടക്കുകയാണ്. പക്ഷെ പ്രബോധകർ അതിന് അർഹരാണോ എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കാനാണ് ഞാൻ ഇന്നത്തെ സമയം എന്നെ സംബന്ധിച്ചും ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട എന്റെ കുഞ്ഞനുജന്മാരെ സംബന്ധിച്ചും സൂചിപ്പിക്കാനാണ് കുറഞ്ഞ സമയം ഞാൻ ചെലവാക്കുന്നത്. അള്ളാഹു ഈ ചിന്ത
നമുക്ക് ഉപകാരപ്രദമായ ചിന്തയായി അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ സ്വയം ആലോചിക്കേണ്ടത്, നമ്മൾ കൽപ്പിക്കുന്നവരാണ്. ജനങ്ങളെ നന്മ കൊണ്ട് കൽപ്പിക്കുന്നു, നമ്മൾ സ്വയം നമ്മളെ മറക്കുന്നു. പലരും, ഞാൻ ഉൾപ്പെടെ പലരും കൽപ്പിക്കുന്നത് പലതും നമ്മുടെ ജീവിതങ്ങളിലില്ല. നമ്മൾ പ്രബോധകരാണ്. നമ്മളിൽ ഉണ്ടെങ്കിൽ ഈ സമൂഹം നന്നായി, നമ്മൾ നന്നായാൽ സമുദായം നന്നായി. പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ ജന്മദിനം സഫറിന്റെ അവസാനം നമ്മൾ നിലകൊള്ളുന്നു. റബീഉൽ അവ്വൽ കടന്നു വരികയാണ്. മുത്തനബിയെ സംബന്ധിച്ച് എല്ലാ ആളുകളെ കൊണ്ടും സലാത്ത് ചെല്ലിക്കും. നമ്മൾ എല്ലാവരെ കൊണ്ടും നമ്മളൊക്കെ മൗലൂദ് നടത്തിക്കും, അന്നദാനം നടത്തിക്കും, കുട്ടികളെ കൊണ്ട് പരിപാടി നടത്തിക്കും, മനോഹരമായി ആ ജന്മദിനം ആഘോഷിക്കും. പക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ ഈ മൗലൂദ് ഓതാറുണ്ടോ? നമ്മുടെ വീട്ടിൽ, എന്റെ വീട്ടിൽ, എന്റെ ഇരിക്കുന്ന കുഞ്ഞനുജന്മാരുടെ വീട്ടിൽ, നിങ്ങളൊക്കെ വീട്ടിൽ പോയാൽ നമ്മൾ പള്ളിയിൽ പോയി മൗലൂദ് ഓതും. നാട്ടുകാരുടെ അടുത്തൊക്കെ പറയും, വീട്ടിൽ സലാത്ത് ചെല്ലാൻ പറയും. പക്ഷെ നമ്മുടെ വീട്ടിൽ ഈ മൗലൂദ് ഉണ്ടോ? നമുക്ക് ആ ഇഷ്കും സ്നേഹവും നമ്മളിൽ കൂടി മാത്രം പ്രകടമാക്കി അത് അനുഭവിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതാണ്. നമ്മളിൽ ഇല്ലാതെ ഏതാണ്ട് ഒരു 60% എന്നെ പോലെയുള്ള ആളുകളാണ്. സ്വയം നമ്മൾ വിമർശിക്കുകയാണ്. ഒരു നെഗറ്റീവിന്റെ ഭാഗത്തിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ആരാണെന്ന് ബോധ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ അമല് ചെയ്യുന്നവര് നമ്മുടെ മുന്നിലുള്ള സാധാരണക്കാരാണ്. അമൽ ഏറ്റവും കുറഞ്ഞവര് നമ്മളാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഏതെങ്കിലും ഒരു അമല് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന സഹാബത്ത്, സമ്പന്നരായ സഹാബാക്കളെ സംബന്ധിച്ച് അവര് സമ്പത്ത് ചെലവാക്കിയിട്ട് അവർ ഉന്നതമായ ദർജകൾ, ഞങ്ങൾ നിസ്കരിക്കുന്നു അവർ നിസ്കരിക്കുന്നു, ഞങ്ങൾ ഹജ്ജ് ചെയ്യുന്നു അവരും ഹജ്ജ് ചെയ്യുന്നു, ഞങ്ങൾ നോമ്പുപിടിക്കുന്നു അവർ നോമ്പുപിടിക്കുന്നു. ഹദീസിലുണ്ട്, ആലിഫുകൾ അങ്ങനെയാണ്. സമ്പന്നരായ ആളുകൾ സദക്ക ചെയ്തിട്ട് അവർ കുറച്ചുകൂടി ഞങ്ങളുടെ മേലയിലെത്തുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന സഹാബത്ത്. പക്ഷെ നമ്മുടെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുകയാണ്. ഏറ്റവും കൂടുതൽ ദാനധർമ്മം ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാവരോടും പറയും. പക്ഷെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ നാട്ടിൽ പള്ളിക്കോ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിനോ നമ്മൾ ഏറ്റവും പിറകിലായിരിക്കും. ഞാനും ഉൾപ്പെടെ നമ്മളെല്ലാവരും ഏറ്റവും പിറകിലായിരിക്കും. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, നാളെ നരകത്തിലും സ്വർഗത്തിലുമുള്ള ആളുകൾ സംഗമിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. പേടിപ്പെടുത്തുന്ന ചില രംഗങ്ങള് ബോധ്യപ്പെടുത്തുകയാണ് സ്വയം എന്നെയും നിങ്ങളെയും. നിങ്ങൾ ഇറങ്ങേണ്ടവരാണ് പ്രബോധന മേഖലകളിലേക്ക്. ആദ്യം നമ്മളിൽ ഉണ്ടാകണം പറയുന്ന കാര്യങ്ങൾ. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, നരകവാസികളും സ്വർഗവാസികളും കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭമുണ്ട്. സ്വർഗവാസികൾ നരകവാസികളോട് ചോദിക്കും, നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്ന് വാഴ്ന്നു പറഞ്ഞവരല്ലേ? നിങ്ങൾ ഞങ്ങളെ പള്ളിയിൽ ഖത്തീമായിരുന്നവരല്ലേ? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സാരസമ്പൂർണമായ ഉപദേശം നൽകിയവരല്ലേ? എന്തേ നിങ്ങൾ നരകത്തിൽ കിടക്കാൻ കാരണം? ഇന്നാ കുന്നാ നഅ്മുറു ബിൽ ഖൈർ വലാകിൻ ലാ നഫ്അലു. ഖാലൂ, നരകത്തിൽ കടന്ന ആളുകൾ സ്വർഗവാസികളോട് പറയുകയാണ്, ഉത്തരം എന്നോണം പറയുകയാണ്, ഇന്നാ കുന്നാ നഅ്മുറു ബിൽ ഖൈർ. ഞങ്ങൾ നല്ല കാര്യങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്നവരായിരുന്നു. സദഖ ചെയ്യാനും മൗലൂദ് ഓതാനും ദിക്ർ എടുക്കാനും ഞങ്ങൾ കൽപ്പിക്കുമായിരുന്നു. പക്ഷേ വലാകിൻ ലാ നഫ്അലു, ഞങ്ങളത് ചെയ്യില്ലായിരുന്നു. നരകത്തിൽ കിടക്കാനുള്ളതിന്റെ കാരണം, പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ, പ്രബോധകരാകുന്ന നമ്മളെ സംബന്ധിച്ച് ആലോചിക്കേണ്ടതാണ്. പറയുന്ന പലതും നമ്മുടെ ജീവിതത്തിലില്ല. ഒരുപാട് ഉപദേശം കൊടുക്കുന്നവരാണ്, മൈക്ക് കിട്ടിയാൽ അല്ലാതെയൊക്കെ. ഈ കിതാബിന്റെ മേഖല കഴിയുമ്പോൾ നിങ്ങൾ ഇറങ്ങുന്നു, മുത്തവൽ സാനിക്കാരും മുഖ്തസനാറും ഒക്കെ ഇറങ്ങും. ഇറങ്ങിയാൽ മിമ്പറാണ്, മേറാബാണ്,
പിന്നെ ഉപദേശമാണ്, വഅളാണ്, നമ്മുടെ ജീവിതത്തിൽ തുലവും തുച്ഛമാണ്. ഇല്ല, ഒന്ന് പരിചിന്തനം ചെയ്യാനും ഓർമ്മപ്പെടുത്താനും ഉണ്ടോ എന്നൊരു പരിശോധന നടത്താനും വേണ്ടിയാണ് ഞാനിത് സൂചിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം, ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം ഒരുപാട് പ്രസംഗം കേട്ടു. സുന്ദരമായ പ്രസംഗം, ആശയസമ്പൂർണമായ പ്രസംഗം കേട്ടവരാണ്. ഒരുപക്ഷെ എന്റെ പ്രസംഗം ദഹിക്കണമെന്നില്ല, നമ്മളെ സ്വയം വിമർശിക്കുന്ന പ്രസംഗമായതുകൊണ്ട് ഉൾക്കൊള്ളണമെന്നുമില്ല. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ചൊന്ന് പറയുക എന്നുള്ളതാണ്. മാത്രമല്ല, ഈ അക്ഷരമുറ്റത്ത് എന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ഞാൻ ഏതാണ്ട് ഒരു 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നയാളാണ്. അന്ന് ഇത്രയും വലിയ സൗകര്യങ്ങളൊന്നും ഈ സ്ഥാപനത്തിനില്ല. അള്ളാഹു അനുഗ്രഹം കൊണ്ട് ഇത് വളർന്ന് ഇത്രയൊക്കെ എത്തിയിട്ടുണ്ട്. അള്ളാഹു തആല വളർത്തുമാറാകട്ടെ. അള്ളാഹു ഈ സ്ഥാപനത്തെ പടിപടിയായി അള്ളാഹു വളർത്തുമാറാകട്ടെ. കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന, എല്ലാവർക്കും വിശ്വസ്ത സ്ഥാപനമായി നമ്മുടെ സ്ഥാപനത്തെ അള്ളാഹു വളർത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ, സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം, സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഔഹല്ലാഹു ഇലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് ഒരു വഹി അറിയിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു വഹി അല്ലാഹു വഹി അറിയിക്കുക. എന്താ വഹിയിലുള്ളതെന്ന് അറിയുമോ? യാ ഖലീലി ഹസ്സിൻ ഖുലുഖക വലൗ കുന്ത മഅൽ കുഫാർ തദ്ഖുലു മദാഖിലൽ അബ്റാർ എന്ന് അല്ലാഹു സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയോട് പറയാണ്, ഹസ്സിൻ ഖുലുഖക, നിങ്ങൾ നന്നാവണം. നിങ്ങൾ കാഫിരീങ്ങളോടൊപ്പം, അവിശ്വാസികളോടൊപ്പം, കൊള്ളരുതാത്തവരോടൊപ്പം നിങ്ങൾ ജീവിച്ചാലും നിങ്ങൾ നന്നാവണം. ആരാ ഇബ്രാഹിം നബി? തീക്കുണ്ടത്തിൽ എറിയപ്പെട്ടപ്പോഴും ഹസ്ബുനല്ലാഹ് അർപ്പണ മനോഭാവത്തോടുകൂടി തൗഹീദിന് വേണ്ടി പലവരുതിയ സ്വന്തം കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും ഓട്ടിച്ചു വിട്ടപ്പോഴും നെഞ്ചോട് കൈവച്ചുകൊണ്ട് ഉറക്കെ അഹദ് എന്ന് പറഞ്ഞുകൊണ്ട് ധീരമായി തൗഹീദിന് വേണ്ടി പലവരുതിയ ധീരനായ നമ്മുടെ നേതാവാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞതാണ്, വത്തബിയൂ മില്ലത അബീകും ഇബ്രാഹിം, നിങ്ങളുടെ പൂർവികനായ ഇബ്രാഹിമിന്റെ മാർഗത്തെ നിങ്ങൾ അനുധാവനം ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, ആ ഇബ്രാഹിം നബിയാണ് നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേരിട്ടത്. നമ്മൾ മുസ്ലിം എന്ന് ആദ്യം വിളിച്ചത് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം. ആ ഇബ്രാഹിം നബിയോട് പറയാണ്, ഹസ്സിൻ ഖുലുഖക, നിങ്ങൾ നന്നാവണം, നിങ്ങളുടെ സ്വഭാവം നന്നാവണം. വലൗ കുന്ത മഅൽ കുഫാർ, നിങ്ങൾ കാഫിരി മോശപ്പെട്ടവര്, നമ്മള് പ്രതിനിധാനം ചെയ്യാൻ പോകുന്ന ഭാഗം എത്ര മോശപ്പെട്ടവരാണെങ്കിലും അവരോടൊപ്പം ഇറങ്ങാൻ പാടില്ല, അവരെയും കൂടി കയറ്റലാണ്. നന്മയില്ലാത്ത ഉപദേശകരായി മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, കുഞ്ഞനുജന്മാരെ. ഇത്തരണത്തിൽ ഞാൻ ചെയ്യുന്നതും നിങ്ങളെ ഉപദേശിക്കുന്നതും നന്മയില്ലാത്തവരായി മാറിയാൽ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് 2 വിഭാഗം നന്നായാൽ അതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നവർ നമ്മളാണ്. നമ്മൾ നന്നായാല് ഒരു വലിയ സമൂഹം തന്നെ നന്നായി. പറയുന്ന കാര്യം നമ്മളിൽ ഉണ്ടായാൽ മതി. മൗലൂദില്ല, സലാത്തില്ല, എപ്പോഴെങ്കിലും ഒരു 3 സലാത്ത് നിസ്കാരത്തിന്, അതല്ലല്ലോ വേണ്ടത്. നമുക്ക് വേണ്ടേ ധാരാളം. നിങ്ങൾ അറിയാത്ത ആളല്ലല്ലോ, നിങ്ങളൊക്കെ പഠിക്കുന്നവരാണ്, ചരിത്രം പഠിക്കുന്നവരാണ് നിങ്ങളൊക്കെ. സർ സയ്യിദ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ, കേൾക്കാത്തവരാരുമില്ലല്ലോ. പ്രഗത്ഭനായ ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തനായ കവി അല്ലാമ ഇഖ്ബാലിനെ അറിയാത്തവരാരുമില്ല. അദ്ദേഹത്തിന് വലിയൊരു പുസ്തക ശേഖരം ഉണ്ടായിരുന്നു. ആ പുസ്തകം സൂക്ഷിക്കാൻ തന്നെ ഒരു ജോലിക്കാരനെ നിയമിച്ചു. അത് അടുക്കി വെക്കാനും പറക്കി വെക്കാനും അതിന്റെ പേരുകളൊക്കെ ഇങ്ങനെ പ്രസിദ്ധീകരിക്കാനും ഒരു ജോലിക്കാരനെ ലൈബ്രറിയുടെ ഫ്രണ്ടിൽ നിയമിച്ചിരുന്നു ശമ്പളത്തിന്. അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുള്ള പുസ്തകമാണ്. എന്റെ ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് എന്റെ ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. അങ്ങനെ എവിടെ കിട്ടിയാലും മുഹമ്മദ് നബിയെ സംബന്ധിച്ച് കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ അവിടെ കൊണ്ട് നമ്മളൊക്കെ എവിടെ നിൽക്കുകയാണ്? നമ്മളെ എന്തുണ്ട്? ഒരു കുറിപ്പെങ്കിലും ഉണ്ടോ? ആ ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ പുസ്തകം ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിക്കുന്ന പുസ്തകങ്ങളാണ്. ഒരു ദിവസം വന്നിട്ട് പറയാണ്, മകനെ, ഇനി എന്റെ ലൈബ്രറിയിൽ ഈ പുസ്തകങ്ങളൊന്നും വേണ്ട.
എല്ലാം ദാനം ചെയ്തോണം. സാധുക്കൾക്ക് നിർത്തി എല്ലാം ദാനം ചെയ്തോണം. എന്റെ ലൈബ്രറിയിൽ പരിശുദ്ധ ഖുർആൻ മാത്രം മതി. കാരണം ഖുർആൻ മുഴുവനും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഖുർആൻ മുഴുവനും മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. അതുകൊണ്ട് ഇനി എന്റെ ലൈബ്രറിയിൽ പ്രത്യേകിച്ച് മുഹമ്മദ് നബിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളൊന്നും വേണ്ട. മകൻ ചോദിച്ചു പിതാവിനോട്, അല്ലാമ ഇക്ബാലിനോട് ചോദിച്ചു, ഖുർആനിൽ എവിടെയാണ് മുഹമ്മദ് നബിയെ സംബന്ധിച്ച് അതിന്റെ ആദ്യം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിൽ എവിടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹിയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്? അല്ലാമ ഇക്ബാൽ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്നാണ്. പരമകാരുണ്യകനും കരുണാവാരിധിയുമായ ഏറ്റവും വലിയ കരുണ, ഏറ്റവും വലിയ റഹ്മത്ത് അത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നവനെന്നാണ്. അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ റഹ്മത്താണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിയെ പ്രതിപാദിക്കുന്ന എല്ലാ സൂറകളിലും, എല്ലാ ആയത്തുകളിലും, എല്ലാ കലിമത്തുകളിലും, എല്ലാ ഹർഫുകളിലും അന്തർലീനമായി സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് പ്രത്യേകിച്ച് പുസ്തകങ്ങള്? എന്റെ ലൈബ്രറിയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ വീട്ടിൽ എത്ര പുസ്തകമുണ്ട്? തോരാതെ വാക്ക് പറയുന്നവരാണ്. നമ്മുടെ മനസ്സിൽ എത്ര പുസ്തകങ്ങളുണ്ട്? വാഴ്ന്നു പറയാൻ വേണ്ടി മാത്രം കുറിപ്പുകൾ തയ്യാറാക്കുന്ന എന്നെ പോലെയുള്ളവര് ചിന്തിക്കണ്ടേ, ആലോചിക്കണ്ടേ? എന്ത് മാതൃകയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? APJ അബ്ദുൽ കലാമിനെ അറിയാത്തവർ ആരുണ്ട് ചരിത്രത്തില്? ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ പ്രസിഡന്റാണ്. മാത്രമല്ല ഒരു മുസ്ലിം നാമധാരി എന്ന നിലയിൽ കൂടി മുസ്ലിമീങ്ങളെ ഒതുക്കപ്പെടുന്ന ഘട്ടത്തിലും മുസ്ലിം നാമധാരി എന്ന നിലയിലെങ്കിലും പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെട്ട വിലപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു APJ അബ്ദുൽ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. റൊട്ടിയാണ് ഭക്ഷണം, എല്ലാരും കഴിക്കുന്നു. വാപ്പയുണ്ട്, അദ്ദേഹത്തിന്റെ സഹോദരങ്ങളുണ്ട്, ഉമ്മയുണ്ട്, ഈ APJ അബ്ദുൽ കലാമുണ്ട്. ഒരു സുപ്രയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഈ സുപ്രയിൽ ഭക്ഷണം കൊണ്ട് വെച്ചപ്പോൾ കരിഞ്ഞ റൊട്ടിയുണ്ട്, കരിയാത്ത റൊട്ടിയുണ്ട്. ഈ ഭക്ഷണത്തളികയിൽ നിന്നും കരിഞ്ഞ റൊട്ടികൾ മാത്രം പറക്കി വാപ്പ തന്റെ പ്ലേറ്റിലിട്ട്, എനിക്ക് കരിഞ്ഞ റൊട്ടി ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് വാപ്പ കരിഞ്ഞ റൊട്ടി തിന്നു. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം വാപ്പ റൂമിൽ പോയി, മകൻ കൂടെ റൂമിൽ പോയി. APJ അബ്ദുൽ കലാം അദ്ദേഹം ബുഖാരി ഓതി സനദെടുത്ത ആളൊന്നുമല്ല. വേറെ പല സാധ്യതകളും വലിയ മനുഷ്യനാണ് അദ്ദേഹം. ഇന്ത്യക്ക് ഒട്ടനവധി ശാസ്ത്രീയ രംഗത്ത് ഒട്ടനവധി മികവ്, പേരും പ്രശസ്തി നേടിത്തുന്ന ആളാണ്. വലിയ ബഹുമാനമുള്ള ആളാണ്, ആദരവുള്ള ആളാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിൽ ബുഖാരിയുടെ സനദുള്ള ആളല്ല. ബഹുമാനപ്പെട്ട APJ അബ്ദുൽ കലാം പിതാവിന്റെ റൂമിൽ ചെന്നിട്ട് ചോദിച്ചു, അല്ല വാപ്പ, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ കരിഞ്ഞത് ഇഷ്ടമായത് കൊണ്ടാണോ നിങ്ങൾ കഴിച്ചത്? അപ്പോഴാണ് ആ പിതാവ് മകനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞത്, മകനെ, ഉമ്മ എത്രയോ സമയം കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കാം ആ റൊട്ടി. അത് കരിഞ്ഞത് ഉമ്മ മനഃപൂർവ്വം അത് കരിയിപ്പിച്ചതല്ലല്ലോ. ഉമ്മയുടെ മനസ്സിനൊരു വേദന ഉണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമല്ല. ആ വേദന ഒഴിവാക്കുന്നതിന് വേണ്ടി കരിഞ്ഞത് ഞാൻ പറക്കി മാറ്റിയതാണ്, ഞാൻ തിന്നതാണ്. ആരെങ്കിലും അത് മെനക്കെടണ്ടേ? കരിഞ്ഞത് മാറ്റി വെച്ചാൽ അവരുടെ മനസ്സിന് വേദന ഉണ്ടാകും. അത് ഓർത്തിട്ടാണ് ഞാൻ ആ കരിഞ്ഞത് പറക്കി തിന്നത് എന്ന് പറഞ്ഞ അദ്ദേഹം വലിയൊരു മനുഷ്യനൊന്നും അല്ലായിരുന്നു. APJ അബ്ദുൽ കലാമിന്റെ പിതാവ് വലിയ പണ്ഡിതനൊന്നും അല്ലായിരുന്നു. പക്ഷേ നമുക്ക് ചിന്തിക്കാനും പഠിക്കും, നമ്മളിലുള്ള മാതൃക. വജഅൽനാലിൽ മുത്തഖീന ഇമാമ, വജഅൽനാലിൽ മുത്തഖീന ഇമാമ. പടച്ചവനെ, ഞങ്ങളെ നീ മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണേ, നേതാവാക്കണേ. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? കുടുംബത്തിൽ, സമൂഹത്തിൽ നമ്മളുമായി ബന്ധപ്പെടുന്നവര്, സമകാലികര്, ക്ലാസ്മേറ്റുകളിൽ നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് നമ്മളെ നേതാവാക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ മാതൃകാ പുരുഷന്മാരാകണം. പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യമേ ഉണ്ടാകണം. ഒന്നുമില്ല, പരിശോധിച്ചാൽ ഒന്നുമില്ല നമുക്ക് ബോധ്യപ്പെടും. നബിതങ്ങളുമായുള്ള ഹുബ്ബാണെങ്കിലും ശരി, ദാനധർമ്മത്തിന്റെ വിഷയത്തിലാണെങ്കിലും ശരി, സക്കാത്തിന്റെ വിഷയത്തിലാണെങ്കിലും ശരി, ഏതൊരു നന്മയുണ്ടോ പൊതുസമൂഹവുമായി തട്ടിച്ചു നോക്കിയാൽ നമ്മൾ ഒരുപാട് പിറകിലാണ്. ബഹുമാനപ്പെട്ട അല്ലാമ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദിന്റെ ഏറ്റവും പ്രമുഖനായ മുദരിസാണ്.
ഒരു കാലഘട്ടത്തിലെ മുദ്രിസന്മാരെ, നമ്മളെ മന്നാനിയുടെ മുദ്രിസ് എന്നറിയപ്പെടും പല പ്രശസ്തരായ ആലിമീങ്ങളിൽ. അള്ളാഹു നമ്മുടെ ഉസ്താദന്മാരുടെ ആയുസ് അള്ളാഹു തആല ദീർഘിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ സേവനങ്ങളെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ എല്ലാ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും മാറ്റി കൊടുക്കുമാറാകട്ടെ. ഉസ്താദന്മാർ നമ്മുടെ പിടിവള്ളിയാണ്, തണലാണ്. ഞാൻ 2 വർത്താനെങ്കിലും ഈ ഉസ്താദന്മാരെ സംബന്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാൻ നന്ദിയിട്ടവനാണ്. സൂചിപ്പിക്കുകയാണ്, നമ്മുടെ ഉസ്താദന്മാർ ഈ സ്ഥാപനത്തിൽ ഒട്ടനവധി ഉസ്താദന്മാരെ, ഒട്ടനവധി സ്ഥാപനങ്ങൾ ഉസ്താദന്മാരെയൊക്കെ നമുക്കറിയാം. പക്ഷെ മന്നാനിയിലെ ഉസ്താദന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തറിയാമോ? അവര് ഫ്ലക്സിന്റെ മുന്നിൽ കാണില്ല. അവര് പേരും പ്രശസ്തിയും ആഗ്രഹിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ വന്ന് വായ്ത്താരി നടത്തുന്നവരല്ല, പൈസയുടെ പിന്നാലെ പോകുന്നവരുമല്ല. നമ്മളെ പോലെയുള്ള ആളുകൾക്ക് 2 രോഗം ബാധിച്ചിട്ടുണ്ട്. ഒന്ന് പൈസ, 2 അധികാരം. ഈ 2 രോഗവും നമ്മളെ പിടിവിട്ടിട്ടുണ്ട് പുതിയ എന്നെ പോലെയുള്ള ആളുകൾക്ക്. പക്ഷെ ഇതിലൊന്നും തൊടാതെ സമൂഹത്തിൽ നിന്നും മാറി വെറും ദീൻ, ഇശാഅത്തുൽ ഉലൂം, പരിശുദ്ധമായ ദർസി രംഗത്ത് പരിശുദ്ധരായിട്ടുള്ള മുസന്നിഫീങ്ങൾ രചിച്ച ഗ്രന്ഥങ്ങൾ അതേപടി പകർന്നു നൽകുന്ന ഒരു സമൂഹം. അവരാരും ഒരു സംഘടന പ്രവർത്തനം അവർക്കില്ല. ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. കുറച്ചു ദിവസം കഴിയുമ്പോൾ നിങ്ങളെ ആ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി അവരെ തിരിച്ചുവിടും. പക്ഷെ ഇതൊന്നുമില്ല നമ്മുടെ ഉസ്താദന്മാര്. ഇത് തണലാണ് പ്രിയപ്പെട്ടവര്. ഇത് മുറിഞ്ഞു പോകാത്ത സൂര്യന്റെ തണൽ പോലും ഒരു അസ്തമയ സമയമായി കഴിഞ്ഞാൽ നമ്മൾ നിന്ന് മുറിയും. പക്ഷെ ഇതൊരിക്കലും, ഇതെപ്പോഴാണെന്നറിയുമോ നിങ്ങൾ അറിയണത്? ഇതെപ്പോഴാണെന്നറിയുമോ? മീസാൻ കല്ലുകൾ മാത്രം സംസാരിക്കുന്ന ഒരു ലോകത്തേക്ക് നമ്മൾ പറിച്ചു നടപ്പെടും. നമ്മളെ മാറ്റപ്പെടും. ഇവിടെ നമ്മളങ്ങ് മാറുമ്പോൾ നമ്മുടെ മുന്നിൽ കുറെ മീസാൻ കല്ലുകൾ മാത്രമായിരിക്കാം. ആ മീസാൻ കല്ല് നമ്മളോട് സംസാരിക്കില്ല. ആ ഒറ്റപ്പെടലിന്റെ ഘട്ടത്തിലായിരിക്കാം ഈ പ്രിയപ്പെട്ട തണല്, അത് വലിയ തണലായി പടവൃക്ഷമായി നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുക. ഇവരെയൊക്കെ ഓർക്കുന്നത് അപ്പോഴായിരിക്കും. ശാരിക്കും, വഴക്ക് പറയും, പഠിച്ചില്ലെങ്കിൽ ചിലപ്പോ പള്ളി വിളിക്കും. എന്തിനാണ്? അതെന്തിനാണ്? നമ്മുടെ ഉയർച്ച ആഗ്രഹിച്ചിട്ടാണ്, നമ്മളൊരു ഇഷ്ടം കൊണ്ടാണ്, നമ്മളോട് സ്നേഹം കൊണ്ടാണ്. ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്ന മന്നാനിയുടെ ഉസ്താദന്മാര്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കുമാറാകട്ടെ. നിങ്ങൾ എപ്പോഴും ദ്വാരക്കണം, അള്ളാഹു അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റി കൊടുക്കുമാറാകട്ടെ. ഞാൻ സൂചിപ്പിച്ച വിഷയത്തിലേക്ക് പോവുകയാണ്. അല്ലാമ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദിന്റെ മുദ്രിസാൻ. അദ്ദേഹം ദർസ് നടത്തിക്കൊണ്ടിരിക്കെ ഒരാൾ കയറി വരികയാണ്. അദ്ദേഹത്തിന്റെ പേര് അബൂബക്കർ ബിൻ മുജാഹിദ് എന്നാണ് പേര്. അദ്ദേഹം ദർസ്, സാധാരണ ഈ ശിബിലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ദർസ് നടത്തിയാൽ ആര് വിളിച്ചാലും, ആര് ഒച്ച വെച്ചാലും, ആര് ശബ്ദിച്ചാലും തിരിഞ്ഞു നോക്കുന്ന പരിപാടിയില്ല. ആ ഭാഗത്ത് അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. പക്ഷെ അബൂബക്കർ ബിൻ മുജാഹിദ് കയറുന്നു വന്നപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോയി ആ വാതിൽക്കൽ ചെന്ന് സ്വീകരിച്ച് ഇദ്ദേഹത്തിന്റെ ദർസിന്റെ തൊട്ടടുത്ത് തന്റെ ഷോള് വിരിച്ചു കൊടുത്തിട്ട് ഇരുത്തി. ബഹുമാനപ്പെട്ട അല്ലാമ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി ബഗ്ദാദിന്റെ ഏറ്റവും പ്രശസ്തനായ മുദ്രിസാണ്. ഇദ്ദേഹം കുറെ നേരം ഈ വന്നയാള് എന്തൊക്കെയോ സംസാരിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നേരത്ത് ദർസ് നിർത്തിയിട്ട് ഇമാം ശിബിലി കൂടെ പോയി അദ്ദേഹത്തെ യാത്രയാക്കി. തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാര് ചോദിച്ചു, ബഗ്ദാദുകാർ പറയുന്നത് ഇദ്ദേഹം ഭ്രാന്തനെന്നാണ്. നിങ്ങൾ എന്തിനെ ഇപ്പൊ ബഹുമാനിച്ച് അദ്ദേഹത്തെ കൊണ്ടിരുത്തി ഷോള് വിരിച്ചു കൊടുത്ത് പിന്നെ വിട്ട് ഇദ്ദേഹത്തിനെ ഭ്രാന്തനായിട്ടാണ് ആളുകൾ കാണുന്നത്? എന്തിനാണ് ഉസ്താദെ നിങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ പോയത് എന്ന് ചോദിച്ചപ്പോൾ ഈ ശിബിലി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ശിഷ്യന്മാരോട്, 100 കണക്കിനിരിക്കുന്ന ശിഷ്യന്മാരോട് പറഞ്ഞ വാർത്ത സുനൽ കബീറിലുണ്ട്. പഠിച്ചാൽ നമ്മൾ ഞെട്ടും. എന്താണെന്നറിയാം മറുപടി? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ നേതാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ഞാൻ കിനാവിൽ കണ്ടു. കാണുമ്പോൾ നബി തങ്ങൾ മദീനയിൽ ദർസിലാണ്. ഉമറുണ്ട് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, മുസ്അബ് ബിൻ ഉമൈർ ഉണ്ട്, ഖാലിദ് ബിൻ വലീദ് ഉണ്ട്. മഹാന്മാരാകുന്ന പൻതോക്കുകളാകുന്ന സഹാബത്ത് നിരന്ന ദർസിലാണ്. ആ ദർസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കവേ ഈ അബൂബക്കർ ബിൻ മുജാഹിദ് കടന്നു ചെല്ലുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാതിക്കൽ വന്നിട്ട് ഇദ്ദേഹത്തെ വിളിച്ച് കൊണ്ടുപോയിട്ട് ഷോള് വിരിച്ചിട്ട് ഇരുത്തുന്നു. എന്നിട്ട് അയാൾ പോകാൻ നേരത്തെ നബി എഴുന്നേറ്റ് യാത്രയാക്കുന്നു. ഞാൻ ഉറക്കില്ല സ്വപ്നത്തിൽ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, ഇദ്ദേഹത്തെ സംബന്ധിച്ച് ബഗ്ദാദുകാർക്ക് നല്ല അഭിപ്രായമൊന്നുമില്ല. ബഗ്ദാദുകാർ പറയുന്നത് ഇദ്ദേഹം ഭ്രാന്തനെന്നാണ്. എന്തിനാണ് നബി ഇദ്ദേഹത്തെ ആദരിച്ചത്, ബഹുമാനിച്ചത്? ഇതേ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ നബി തങ്ങളോട് ചോദിച്ചു. അപ്പോഴാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അപ്പോഴാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അപ്പോഴാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞു, ഇദ്ദേഹം ഒരു ദിവസം ഒഴിയാതെ എന്റെ പേരുള്ള ഒരു ആയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ എന്ന ആയത്ത് ഒരു ദിവസം ഒഴിയാതെ ഓതുന്നയാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ ബഹുമാനിച്ചത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം വന്നപ്പോ അദ്ദേഹത്തെ ഞാൻ ബഹുമാനിച്ചത്. ഒരു സലാത്ത് കൊണ്ട് കിട്ടുന്ന ഗുണം, ഒരു സലാത്ത് കൊണ്ട് നേടുന്ന പ്രതിഫലം നബിതങ്ങളുടെ മുന്നിൽ ആദരവ് ലഭിക്കുന്ന ഘട്ടത്തിൽ എത്തുന്നുണ്ടെങ്കിൽ ഇത് പറയുന്ന നമ്മള്, പ്രചരിപ്പിക്കുന്ന നമ്മള്, പറയിപ്പിക്കുന്ന നമ്മള് നമ്മുടെ ജീവിതത്തിൽ എത്ര സലാത്തുണ്ട്, വീട്ടിൽ എത്ര മൗലൂദുണ്ട്, എത്ര മദ്ഹുൻ നബിയുണ്ട്, ജീവിതത്തിൽ ഉണ്ട് എന്ന് ചോദിച്ചാല് ഇല്ല എന്ന് പറയാനേ മറുപടി നമുക്കുള്ളൂ. ചെയ്യാൻ വേണ്ടി സൂചിപ്പിച്ചതാണ്. മുത്തുനബിയെ വല്ലാതെ സ്നേഹിക്കുന്നവരാണ്. നന്മകളുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? നന്മകളുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിരളമായിട്ട് മാത്രമേ എണ്ണി പറയാൻ പറ്റൂ. ഞാൻ എന്നെ സംബന്ധിച്ച് സൂചിപ്പിച്ചതാണ്. അതുകൊണ്ട് വായിൽ മുത്തയിലാകണം. നമ്മള് പ്രബോധകരായി മാറുന്നതിന് മുമ്പ് നമ്മളത് ചെയ്യാൻ പഠിക്കണം. നമ്മൾ നന്നായാൽ സമൂഹം നന്നായി. സമൂഹം നന്നായാൽ ഈ സമുദായത്തിന്റെ രക്ഷകരായി മാറാൻ നമുക്ക് കഴിയും. മാത്രമല്ല, നമുക്കൊരു വലിയൊരു നേട്ടം എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്തിട്ടാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ ആളുകൾ ചെയ്യാൻ താല്പര്യപൂർവ്വം കൂടെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ ആരും ചെയ്യില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം വിമർശകരായി മാറി തിരുത്താനും ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കാനുമുള്ള വിശാലമായ തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സ്വയം വിമർശിക്കലാകുമ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് സൂചിപ്പിച്ചതാണ്, നമുക്ക് നന്മകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്, കുറവുകൾ നികത്തേണ്ടതുണ്ട്. നമ്മളാണ് മുന്നിൽ നിൽക്കേണ്ടവര്. നമ്മൾ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തരാവകാശികളാണ്. ഇബ്രാഹിമിന് അദ്ദേഹത്തിന്റെ സംഭവം എനിക്ക് ഓർമ്മ വരികയാണ്. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു ഒരു യാത്രയിലാണ്. യാത്രയിലേക്ക് പോകുമ്പോൾ ആ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ പറഞ്ഞു, നിങ്ങൾ അമീറാകണം, നിങ്ങൾ അമീറാകണം. അവരെല്ലാവരും പറഞ്ഞു നിങ്ങൾ അമീറാകണമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ അമീറാകില്ല. ഞാൻ ഒട്ടനവധി കാലം ദീനുമില്ലാതെ അല്ലാഹ് ഇല്ലാതെ നടന്നവനാണ്, ഞാൻ അമീറാകില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറാൻ ശ്രമിച്ചപ്പോ ഇല്ല. അങ്ങനെ നിർബന്ധത്തിന് വഴി അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ അമീറാകാം. ഒറ്റ ഡിമാൻഡ് ഉണ്ട്. ഏതാണെന്നറിയുമോ? ആ ഡിമാൻഡ് ഇതാണ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാം നിങ്ങൾ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സമ്മതിക്കണം. ഞാനുമായി ബയ്യത്ത് ചെയ്താൽ നിങ്ങളുടെ അമീറാകാം. ശരി, സമ്മതിച്ച് ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു ആ യാത്രാ സംഘത്തിന്റെ അമീറാവുകയാണ്. ആ അമീറാകുന്ന ഘട്ടത്തില് അവരോട് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് ഒരു ബയ്യത്ത് ചെയ്തു. ബയ്യത്ത് ചെയ്തതിന്റെ പിന്നാലെ പറഞ്ഞു, നിങ്ങളുടെ സാധനങ്ങള്, ഈ യാത്രക്കാരുടെ കെട്ടുകളും അവരുടെ പാണ്ഡങ്ങളും അവരുടെ കീസുകളൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു. ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചു. ഇതേ എല്ലായിടത്തും ചുമലിലേക്ക് ഏറ്റി നടക്കാൻ ആരംഭിച്ചു. ബയ്യത്ത് ചെയ്തതാണ്, പിന്തിരിയാൻ പാടില്ല. പറഞ്ഞത് ഇതാണ്, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഈ വ്യവസ്ഥ അവർ അംഗീകരിച്ചു. അവർ അമീറായി. ഉറക്കെ വിളിച്ചു പറഞ്ഞു, സയ്യിദുൽ ഖൗമി ഖാദിമുഹും, സയ്യിദുൽ ഖൗമി ഖാദിമുഹും. ഒരു ജനതയുടെ നേതാവ് അവരുടെ ഖാദിമാണ്, സേവകനാണ്. ഒരു ജനതയുടെ നേതാവ്, ഇമാമ് ആ സമൂഹത്തിന്റെ സേവകനാണ്. അൽ മുഅ്മിനുല്ലദി യുഖാലിത്തുൻ നാസ്,
വയസ്ബിറു അലാ അദാഹും അഫ്ളലു, അവനാണ് ഏറ്റവും ശ്രേഷ്ഠവൻ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ കുറച്ചുകൂടി മുകളിലാണ് ആലിമ്. അവൻ മുഅ്മിനായിട്ടാണ് അവൻ ആലിമാവണത്, കുറച്ച് മുകളിലാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അത്രത്തോളം ആ ഒരു ബുദ്ധിമുട്ട് സഹിച്ച് അവരോടൊപ്പം ചേർന്ന് നിന്നാൽ, അവരുടെ സേവകനായാൽ അവൻ അഫ്ളലാകുമ്പോൾ, അവൻ അഫ്ളലാകുന്നുണ്ട് എങ്കിൽ ഒരു ആലിമായ ആള് അവരോടൊപ്പം ചേർന്ന് നിന്ന് അവരെ സേവകനായി മാറിയാൽ എത്ര ശ്രേഷ്ഠതയായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ കുഞ്ഞനുജന്മാരെ, നമുക്ക് ആദ്യം ഒന്ന് നമ്മളെ സംബന്ധിച്ചൊന്ന് പഠിക്കാം. നമ്മൾ എവിടെ നിൽക്കുന്നു, പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഒരു കൂലംകുഷമായ ഒരു അന്വേഷണത്തിൽ കൂടി ഒരു പരിചിന്തനം നടത്തിയാൽ നമ്മൾ വളരെ വട്ടപൂജ്യമാണെന്ന് മനസ്സിലാക്കി തിരുത്താനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. എന്നോടും നിങ്ങളോടും സവിനയം, നിങ്ങളുടെ ഒരു ജ്യേഷ്ഠൻ എന്ന നിലയിൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തിരുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, മാറ്റങ്ങൾ ഉണ്ടാകണം, നമ്മളിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകണം. ആ നന്മകളാണ് നമ്മൾ പ്രചരിപ്പിക്കേണ്ടത്. അള്ളാഹു അത്തരത്തിൽ മാതൃകാ യോഗ്യരായ പണ്ഡിതന്മാരായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിനെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇവിടെ അവസാനിക്കുമ്പോൾ, ബുഖാരി മജ്ലിസ് അവസാനിക്കുമ്പോൾ ഈ വർഷത്തെ ബുഖാരി മജ്ലിസ് ചരിത്ര സംഭവമാക്കി അള്ളാഹു റാഹത്തിലാക്കുമാറാകട്ടെ. പങ്കെടുക്കുന്നവർക്കെല്ലാം അർഹമായ ബലം നൽകുമാറാകട്ടെ. ആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.